ഹായ്, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സംഭവം നടക്കാൻ പോകുന്ന ദിവസമാണ്. നിർണായകം എന്ന് പറയുന്നതിനേക്കാളുപരി പ്രൗഡ് മൊമെൻറ്റ് എന്ന് പറയുന്നതായിരിക്കും. ഏതൊരു പ്രവാസിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ കുടുംബം, അവരുടെ പാരൻസിനെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ എൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു അമ്മേനെയും അച്ഛനെയും UAE ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളത്. അത് പക്ഷേ അച്ഛൻ്റെ കാര്യത്തിൽ നടക്കാൻ പറ്റിയില്ല. അച്ഛന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാനൊക്കെ. പക്ഷേ ഇവിടെ ഒന്ന് കാലുറപ്പിക്കും മുന്നേ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അച്ഛൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങോട്ട് വരാൻ വേണ്ടി സ്പീഡിൽ പാസ്പോർട്ടൊക്കെ റെഡിയാക്കിയതൊക്കെ ഓർമ്മയുണ്ട്. അത് നടക്കാതെ പോയൊരു വലിയ വിഷമമുണ്ട്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചാണ് ഇനി അങ്ങനെ ഒരു വിഷമം അമ്മയുടെ കാര്യത്തിൽ ഒരിക്കലും ആ ഒരു കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ആ നാഴികക്കല്ല് കിടക്കാൻ പോവാണ്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി. ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു ഒരു വലിയൊരു വെൽക്കമിങ് അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ളത്. സാധാരണ ഭാര്യമാരും പ്രണയിക്കുന്നവരൊക്കെയാണല്ലോ ഇങ്ങനെ ബൊക്കെയൊക്കെ ആയിട്ട് സ്വീകരിക്കുക എയർപോർട്ടിൽ. അപ്പം ഞാൻ കരുതി അമ്മയ്ക്കും അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ കൽബയിലൊരു ഫ്ലവർ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് നല്ല സൂപ്പർ കണ്ടില്ലേ ഒരു ബ്ലൂ പൂ, റോസാപ്പൂവൊക്കെ അതൊക്കെ വാങ്ങിച്ച് റെഡിയായിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി അമ്മ വരാൻ വളരെ കുറച്ച് നിമിഷങ്ങൾ ബാക്കിയുള്ളൂ. സോ ഐ എം ഈഗർ ടു വെയിറ്റ് മൈ അമ്മ. വെൽക്കം അമ്മ. എന്തായാലും ഞാൻ റെഡിയായി സെറ്റായി. ഓക്കെ, സമയമെടുത്തു. ഞാനിപ്പം അങ്ങോട്ടേക്കുള്ള ഇറങ്ങാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് എയർപോർട്ടിൽ പോകുന്നത്. ആദ്യമായിട്ടാണ് ഫുജൈറ എയർപോർട്ടിലേക്ക് ഞാൻ പോകുന്നത്. അമ്മയുടെ ഫസ്റ്റ് ദുബായ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് യാത്രയാണ്. അതും കണ്ണൂർ എയർപോർട്ടും ഫസ്റ്റാണ്. ഫുജൈറയിലും ആദ്യമായിട്ടാണ് വെക്കാറുന്നത്. സോ അമ്മ വരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇതോ എത്തിക്കഴിഞ്ഞ ആള് ഭയങ്കര പുഞ്ചിരിയിലാണ്. ഞാനും എന്താ പറയുക, എത്രയോ ആഗ്രഹിച്ച ഒരു സ്വപ്നമാണിത്. അച്ഛനെ ആയിരുന്നു ആദ്യം ആഗ്രഹിച്ചത്, പക്ഷെ അത് നടക്കാൻ പറ്റിയില്ല. അച്ഛൻ്റെയും കൂടെ പ്രാർത്ഥന ഉണ്ടാവും അമ്മ ഇവിടെ എത്തിയതിൽ. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നാൾ ഞാനും അമ്മയും കൂടെ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഹാപ്പി.